ഫ്രണ്ട്സ്, ഞങ്ങളുടെ വീട്ടിൽ പ്ലാവുമ്മൽ നല്ല ചക്ക ഉണ്ടായിട്ടുണ്ട് ഇപ്രാവശ്യം. അപ്പോൾ അതിൽ നിന്ന് ഞാനിപ്പോൾ ഒന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ നല്ല പഴുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ നെറ്റിലൊക്കെ നോക്കിയപ്പോൾ കണ്ടു, ഈ വിളഞ്ഞ് കയ്യിലാവാതിരിക്കാൻ നമ്മൾ പച്ചവെള്ളം ഉപയോഗിച്ചാൽ മതിയെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് സത്യം തന്നെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ കപ്പിൽ കുറച്ച് പച്ചവെള്ളം എടുത്തിട്ടുണ്ട്. ഇത് ഓൾറെഡി വെട്ടി വെച്ചതാണ്. അപ്പോൾ ഇതിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഇത് കാണുന്നുണ്ട്. ഇതിൻ്റെ വിളഞ്ഞ്, ഞങ്ങളുടെ നാട്ടിൽ വിളഞ്ഞി എന്നാണ് പറയുക. ഓരോ ഭാഗത്തേക്ക് എന്തൊക്കെയാണ് പറയുന്നത് എനിക്കറിയില്ല. അപ്പോൾ ഇത് കൈമ ആവാതിരിക്കാൻ ഞങ്ങൾ ആദ്യമൊക്കെ വെളിച്ചെണ്ണയൊക്കെ കൈമ പുരട്ടിയിട്ടാണ് ഈ ചക്ക മുറിക്കാൻ നിൽക്കൽ. ഇപ്പോൾ ഒന്നും ചെയ്തില്ല. അപ്പോൾ ഇതിൽ ചെറുതായിട്ട് ഒരു വിളഞ്ഞ് കാണുന്നുണ്ട്. അപ്പോൾ നമ്മളത് കയ്യിൽ ഒട്ടുന്നുണ്ടോ ഇല്ലയോ നോക്കാം. അപ്പോൾ ഇത് പറഞ്ഞിട്ടുള്ളത് പച്ചവെള്ളം കയ്യിലാക്കി ഇതാക്കിയാൽ വിളഞ്ഞാവില്ല എന്നാണ്. അപ്പോൾ ഞാനതൊന്ന് ചെയ്ത് നോക്കണ്ട. നമ്മൾ ചെയ്യും. നന്നായിട്ട് കയ്യിൽ വെള്ളമാക്കുക. നന്നായിട്ട് കയ്യിൽ വെള്ളമാക്കുക. എന്നിട്ട് ഇതിമത്തെ വിളഞ്ഞ് കയ്യിൽ ചുറ്റും നോട്ടെ. കൈ നോക്കട്ടെ, കൈ നോക്കട്ടെ. ഇങ്ങനെ നോക്കിക്കാം. ഇതിലൊട്ടോ കിട്ടുന്നുണ്ടോ? അത് എടുക്കാൻ പറ്റുമോ? നോക്കട്ടെ. ഞാനൊന്ന് നോക്കിട്ടോ. ഇതിപ്പോൾ ഇവളത് പിച്ച് പൊളിച്ച് ആകെ കയ്യിലാക്കിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ വലിയ ഒട്ടലൊന്നും ഇല്ല. ഇത് ചൂയിങ്ങം പോലെ തന്നെയാണ്. കൈമ വെള്ളമാക്കിയിട്ട് ചെയ്യുമ്പോൾ കേട്ടോ നല്ല ക്ലീനായിട്ട് ഇതിൽ നിന്നൊക്കെ പോന്നിട്ടുണ്ട്. പക്ഷെ അത് അവൾ കൈമ വെച്ച് നന്നായിട്ട് അങ്ങോട്ട് ഒരതി പിടിപ്പിച്ചു. ശരിക്കും പറഞ്ഞാൽ കയ്യിൽ വെള്ളമാക്കിയിട്ട് ഇതിങ്ങനെ ചെയ്യുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് ക്ലീൻ ചെയ്ത് കിട്ടുന്നുണ്ട്. അത് മോളത് കയ്യിലൊട്ടാകെ ആക്കിയോണ്ടാണ്. അപ്പോൾ ഇത് നല്ല ഐഡിയ തന്നെയാണ്. പച്ചവെള്ളം കയ്യിൽ വെള്ളമാക്കിയിട്ട് ഇതിങ്ങനെ ചുറ്റിക്കഴിഞ്ഞാൽ വിളഞ്ഞി ആവില്ല എന്നുള്ളത്. ഒരു ചുവിങ്ങും പോലെ തന്നെയാണ് ആവുന്നത്. ഇതവളെ കൈമ കൂടെ വെച്ച് പുരട്ടിയത് കാരണം നമ്മൾ ലാസ്റ്റ് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടോ. അവളുടെ കയ്യിലൊട്ടാകെ അത് ഇതായിരുന്നു, വിളഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങൾ തൽക്കാലം വെളിച്ചെണ്ണ എടുത്തത്. അപ്പോൾ ഒന്ന് തിന്ന് നോക്കാം. നല്ല മഞ്ഞ നിറം കാണുന്നുണ്ട്. മധുരമാണോ എന്താണെന്നൊന്നും അറിയാൻ വയ്യ. എങ്ങനെയുണ്ട്? സൂപ്പർ. മധുരമുണ്ട്, നന്നായിട്ട് മധുരമുണ്ട്. അപ്പോൾ തിന്ന് നോക്കാമല്ലേ? കണ്ടിട്ട് നല്ല മധുരം തോന്നിക്കുന്നുണ്ട്. തിന്ന് നോക്കാം. നല്ല മധുരമില്ലേ? അപ്പോൾ കുഴപ്പമൊന്നുമില്ല അല്ലേ? ഇത് നല്ല മധുരമുള്ള ചക്കയാണ്. എനിക്ക് ചക്കയാണ് ഒരുപാട് ഇഷ്ടം. നിങ്ങൾക്കൊക്കെ ചക്ക ഇഷ്ടമാണോ? നോക്കാം. സൂപ്പർ. നിങ്ങൾക്ക് വേണ്ടേ? കഴിച്ചോ. ശങ്കറിന് കൊടുത്തോട്ടമ്മ. നമ്മളെ ശങ്കറിനെ മാത്രം ഞാനിപ്പോൾ പറമ്പിക്ക് കെട്ടിയതാണ്. ഇതിനെ കൂട്ടിൽ കിടന്നിട്ട് പുറത്തേക്ക് വിടാഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കണം. അപ്പോൾ ഇവനെ മാത്രമായിട്ട് നമ്മൾ പുറത്തേക്ക് ഇറക്കി. ഈ ഗർഭിണിനെ
പുറത്തേക്ക് കൊണ്ടുപോകാൻ വയ്യ, അപ്പോൾ ഇവിടെ തന്നെ കെട്ടിയതാണ്. പിന്നെ ഇതാ നമ്മുടെ അമ്മണിയും കുട്ടികളും ഇതവിടെ വേറൊരു കാന്താരി ഉണ്ട്. ഇവർ രണ്ടും ഇടയ്ക്കിടയ്ക്ക് തമ്മിൽ ഭയങ്കര പോരാണ് കേട്ടോ. ഈ അമ്മിണിയാട്ടിനെ മറ്റാൾക്ക് തീരെ ഇഷ്ടമല്ല. ഇവളെ കൂട്ടിൽ ഞാൻ ഇവിടെ നിന്ന് ആക്കിയതാണ്. ഈ 2 കറുപ്പാടുകളായിരുന്നു ഇതിലാക്കിയിരുന്നത്. അപ്പോൾ അതിൽ ഒരു കൂട്ടിലിപ്പോൾ ഇവരെ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവർക്ക് തീരെ ഇഷ്ടമല്ല. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മറ്റുള്ള ഉപദ്രവിക്കാൻ നോക്കും. കുട്ടിശങ്കരൻ എവിടെ? കുട്ടിശങ്കര എവിടെടാ? കുട്ടിശങ്കരാവോ? നാളെ പിണക്കത്തിലാന്ന് തോന്നുന്നു. ഇവനെ വിട്ട് കഴിഞ്ഞാൽ ഇവൻ നേരെ കിണറിൻ്റെ മതിൽമയ്ക്കാണ് കയറുക. അത് കാരണം ഞാൻ കൂട്ടിൽ തന്നെ അടച്ചിട്ടതാണ്. തുറക്കേണ്ട താമസമുള്ളൂ. ഇറങ്ങി എവിടേക്കാ? അമ്മയും മോനും കൂടെ പോയി. പ്ലാവിൻ്റെ ഇല വെട്ടി കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അത് ഉണക്കിയിട്ട് ഇപ്പോൾ കൊടുക്കുകയാണ് ചെയ്യാറ്. പച്ചയില ഇട്ട് കൊടുക്കുമ്പോൾ അവരത് ഞെട്ടി കടിച്ച് താഴെ ഇട്ട് നാശമാക്കണം. അപ്പോൾ ഈ ഉണക്കയില ആകുമ്പോൾ അവർക്കെല്ലാം ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഒക്കെ എടുത്തിട്ട് കൂട്ടി കൊണ്ടിട്ട് കൊടുക്കാറാണ് ചെയ്യാറ്. ഇവർക്ക് ഇങ്ങനെ ഉണക്കി കൊടുക്കുന്നത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം ഇപ്പം അങ്ങനെ ചെയ്യാറ്. ഇതിൻ്റെ കുട്ടിശങ്കര കുറുമ്പനാണിത്. കുട്ടിക്കുറുമ്പനെ വിട്ട് കഴിഞ്ഞാൽ നേരെ അവൻ കിണറ്റിൻ്റെ മതിൽ കയറും. അത് കാരണം ഇവരെ ജയിലിലിടലാണ് ചെയ്യുക. ഇപ്പോൾ ജയിലിൽ നിന്ന് ഇങ്ങനെ റിലീസാക്കിയതാണ്. അതിൻ്റെ ഒരു സന്തോഷമാണ്. കയറി മറിഞ്ഞേ. അപ്പോൾ ഇവരൊക്കെ വളർത്തി ഒരു വിധമാകുമ്പോഴേക്കും ആൾക്കാർ കൊണ്ടുപോകാൻ വരും. അപ്പോഴാണ് നമ്മുടെ മനസ്സിൻ്റെ വിഷമം എത്രത്തോളം ഉണ്ടെന്നറിയാം. കുട്ടിശങ്കര ഉണ്ടോ? കുട്ടിശങ്കര ഇപ്പോൾ 1 മാസത്തെ വളർച്ചയായി. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇങ്ങനെയാണ് പോണത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാനിങ്ങനെ വീണ്ടും വരും.